നമസ്കാരം. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി, സാങ്കേതിക ശക്തി ആ രാജ്യമായിരുന്നു. അമേരിക്ക സോവിയറ്റ് യൂണിയനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം തുടർന്നത്. പൊടുന്നനെ 80കളുടെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നടിയുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പാരമ്പര്യവുമായി റഷ്യ മുമ്പോട്ട് പോകുന്നു. റഷ്യ സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് കരുത്തുറ്റ രാജ്യമായി അതിവേഗം മാറി. സോവിയറ്റ് യൂണിയൻ്റെ ആയുധ ശേഖരമെല്ലാം റഷ്യയുടെ സ്വന്തമായി. ആയുധ ഗവേഷണ രംഗത്ത് അവർ മുമ്പോട്ട് പോവുകയും ആയുധ വിൽപ്പനയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അവർ കൂടെ നിർത്തുകയും ചെയ്തു. അവരുടെ സൈനിക ശേഷിയെ മറികടക്കാൻ ലോകത്തിനിപ്പോഴും പ്രയാസമാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് വളരെ അനായാസം യുക്രൈനെ കീഴ്പ്പെടുത്താം എന്ന് കരുതി റഷ്യ യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ആയുധവും ആളും പണവും കൊടുത്ത് സഹായിച്ചതുകൊണ്ട് യുക്രൈൻ പിടിച്ചു നിന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അനന്തമായി നീളുന്നു. യുദ്ധത്തിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് യുക്രൈന് തന്നെയാണ്. പ്രത്യേകിച്ച് ട്രംപ് അധികാരമേറ്റതോടെ അമേരിക്കൻ സഹായം വേണ്ടെന്ന് വയ്ക്കുകയും ഇതുവരെ സഹായിച്ചതിന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്തതോടെ യുക്രൈൻ ദുർബലമായി. യുക്രൈനും റഷ്യയും തമ്മിൽ വെടിനിർത്താൻ വേണ്ടി അമേരിക്ക നടത്തിയ ശ്രമങ്ങളൊക്കെ ഒടുവിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഇസ്താംബൂളിൽ ചർച്ച നടക്കുകയാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിൽ 3000 വീതം മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. ആയിരക്കണക്കിന് പട്ടാളക്കാർ ഇരുഭാഗത്തും മരിച്ചിട്ടും യുദ്ധം അവസാനിക്കാതെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ യുദ്ധത്തിൽ മികവുള്ളത് റഷ്യക്ക് തന്നെയാണ്. യുക്രൈൻ്റെ പല പ്രവിശ്യകളും റഷ്യ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. ആ പ്രവിശ്യകളൊക്കെ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പിനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാതെ റഷ്യ മുമ്പോട്ട് പോകണമെങ്കിൽ യുക്രൈൻ തന്നെ സ്വന്തമാക്കണം എന്ന ആഗ്രഹം കാണാം. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി യുക്രൈൻ റഷ്യയെ വിറപ്പിച്ചത്. കഴിഞ്ഞ 1.5 വർഷമായി യുക്രൈൻ സൈന്യം നടത്തിയ അതിനാടകീയമായ നീക്കത്തിനൊടുവിൽ റഷ്യ ഏതാണ്ട് പരിപൂർണമായി തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള അട്ടിമറി നേട്ടം യുക്രൈൻ കൊയ്തു. 1.5 വർഷം കൊണ്ട് പലപ്പോഴായി ഡ്രോണുകൾ ഒളിച്ചു കടത്തുന്നു. എന്നിട്ട് അവയെല്ലാം കൂടി 5 ലോറികളിലാക്കി മാറ്റി 117 ഡ്രോണുകൾ റഷ്യയുടെ തന്ത്രപ്രധാനമായ വ്യോമ കേന്ദ്രങ്ങൾക്ക് സമീപം എത്തിക്കുന്നു. ഈ 117 ഡ്രോണുകളും മാരക പ്രഹരശേഷിയുള്ളവയായിരുന്നു. ഈ ഡ്രോണുകൾ റഷ്യയിൽ എത്തിച്ചത് മോഡുലാർ വീടുകൾ എന്ന നിലയിലാണ്. എന്ന് വെച്ചാൽ പരിപൂർണമായും പൂർത്തിയായിരിക്കുന്നൊരു വീട് ഒരു ലോറിക്കകത്ത് കയറ്റിക്കൊണ്ടുപോയി വീട് പൂർണ്ണമായും സ്ഥാപിക്കുന്ന ഒരു രീതി ലോകത്തെല്ലായിടത്തുമുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യത്ത്. അത്തരത്തിൽ അതിവിദഗ്ധമായി ഈ ഡ്രോണുകൾ അവിടെ എത്തിക്കുകയും 5 പടുകൂറ്റൻ ലോറികളിലായി ഇവ വ്യോമ കേന്ദ്രങ്ങൾക്ക് സമീപം എത്തിക്കുകയും ചെയ്തു. ഡ്രോണുകൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത് റഷ്യൻ ഡ്രൈവർമാരാണ്. 5 ലോറികളിലെയും ഡ്രൈവർമാരെ അപ്പോൾ തന്നെ റഷ്യൻ സേന പിടികൂടിയിട്ടുണ്ട്. അവർ പറയുന്നു, മോഡുലാർ ഹോമുകൾ എന്ന് പറഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ലെന്നാണ്. എന്ന് വെച്ചാൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന കടന്നു കയറുന്നത് പോലെ തന്നെ യുക്രൈൻ അതിബുദ്ധിപരമായ നീക്കത്തിലൂടെ ഡ്രോണുകളുമായി റഷ്യൻ ഭൂമിയിൽ കടന്നു കയറിയെന്ന് ഈ ഡ്രൈവർമാർക്ക് ആർക്കും ഇത് ഡ്രോണുകളാണെന്ന് അറിയുമായിരുന്നില്ല. ഇതിന് വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഡ്രൈവർ പറഞ്ഞത് ഒരിടത്ത് കൊണ്ട് നിർത്താൻ പറഞ്ഞു. നിർത്തിയ ഉടൻ തന്നെ ലോറിയുടെ മുകൾ ഭാഗം തുറന്ന് ഡ്രോണുകൾ കുതിച്ചു പാഞ്ഞ് വ്യോമകേന്ദ്രങ്ങളെ ആക്രമിച്ചെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് ലോറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോറിയുടെ മുകൾ ഭാഗം തുറന്ന് വ്യോമകേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ പറന്നെന്നാണ്. ഇതിന്റെ മുഴുവൻ നിയന്ത്രണം യുക്രൈനിൽ തന്നെയായിരുന്നു. കൃത്യമായി ലോറികൾ വ്യോമകേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലെത്തിയപ്പോൾ റിമോട്ടിലൂടെ ഓട്ടോമാറ്റിക്കായി തുറന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അന്തിച്ചിരിക്കുകയായിരുന്നു ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർമാർ. റഷ്യയുടെ 5 വ്യോമകേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 44 റഷ്യൻ യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും തച്ചുടച്ചെന്നും അനേകം യുദ്ധവിമാനങ്ങൾക്ക് കേടുപാട് പറ്റിയെന്നുമാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ 34% പൂർണ്ണമായും തകർക്കാൻ യുക്രൈന് കഴിഞ്ഞിട്ടുണ്ടത്രേ. എന്നാൽ ഇതൊക്കെ വാസ്തവമാണോ എന്നിപ്പോഴും ഉറപ്പിക്കാൻ വഴിയൊന്നുമില്ല. ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും റഷ്യ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യയിലെ ഒരു മാധ്യമത്തിനും ഒരു ചാനലിലും ഇതുവരെ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് വാർത്ത വന്നിട്ടില്ല. വാർത്ത നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യാതെ ചാനലുകളും പത്രങ്ങളും മറ്റു വാർത്തകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്താംബൂളിൽ നടന്ന ചർച്ചയെക്കുറിച്ചും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം
യുക്രൈന്റെ മിസൈലുകൾ തകർത്തതിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് വാർത്തകളില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പക്ഷേ ആവേശത്തോടുകൂടി പറയുന്നു റഷ്യയുടെ വ്യോമശേഷിയുടെ 34% തകർത്തെന്ന്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ റഷ്യയുടെ പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയമോ കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. ആക്രമണം സംഭവിച്ചുവെന്ന് വീഡിയോ ദൃശ്യങ്ങൾ വെളിവാക്കുമ്പോഴും എത്രമാത്രം വ്യാപ്തിയുള്ളതായിരുന്നു ആക്രമണമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ചില റഷ്യക്കാരോട് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ ഇതൊക്കെ കള്ളക്കഥയാണ് എന്നാണ് റഷ്യക്കാർ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന റഷ്യയുടെ നിലപാട്, അങ്ങനെ ഒരു സംഭവം കാണാതെയുള്ള റഷ്യയുടെ നിലപാടിനെ റഷ്യൻ ജനത അംഗീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ, ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വരും. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ തീർത്തു പറയുന്നു ഇങ്ങനെയൊരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് റഷ്യക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു കാലത്തും ക്ഷമിക്കാൻ കഴിയാത്ത തിരിച്ചടി. ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ മധ്യേ സംഭവിച്ച പേൾ ഹാർബർ ആക്രമണമാണ്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു തുടങ്ങിയ യുദ്ധം ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധമായി മാറുകയും സഖ്യകക്ഷികളുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്യുന്നതിനിടയിലാണ് ജപ്പാൻ പേൾ ഹാർബറിനെ ആക്രമിക്കുന്നത്. ജപ്പാനും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തിൽ അമേരിക്ക ചൈനയെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു ജപ്പാന്റെ പരാതി. പസഫിക്കിലുള്ള ജപ്പാന്റെ അവകാശവും അധികാരവും അമേരിക്ക അംഗീകരിക്കണമെന്നായിരുന്നു. ആ സാഹചര്യത്തിൽ അമേരിക്കയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പേൾ ഹാർബറിലേക്ക് നുഴഞ്ഞു കയറി ജപ്പാൻ സേന ആക്രമിച്ചത്. 1941 ഡിസംബർ മാസം 7-ാം തീയതി നടന്ന പേൾ ഹാർബർ ആക്രമണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പേൾ ഹാർബർ നാവിക കേന്ദ്രത്തിൽ അമേരിക്കയുടെ അനേകം യുദ്ധക്കപ്പലുകൾ തച്ചുടച്ചു. പലതും പൂർണ്ണമായി കടലിൽ മുങ്ങിപ്പോയി. 180ഓളം യുദ്ധവിമാനങ്ങൾ ഇല്ലാതാക്കി. 2400-ലധികം അമേരിക്കൻ പട്ടാളക്കാർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. അമേരിക്കയ്ക്ക് ഇതുപോലൊരു തിരിച്ചടി അതിനു മുൻപും അതിനുശേഷവും സംഭവിച്ചിട്ടില്ല. അതുവരെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന അമേരിക്ക ഇതോടുകൂടി സഖ്യകക്ഷികൾക്കൊപ്പം ചേരുകയും ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അടങ്ങുന്ന സംഘത്തെ പൂർണ്ണമായും തോൽപ്പിക്കുകയുമായിരുന്നു. ഈ പേൾ ഹാർബർ ആക്രമണം ഉണ്ടായിരുന്നില്ലെങ്കിൽ അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമാവുമായിരുന്നില്ല. യുദ്ധം ഏതാണ്ട് വിജയിച്ചിട്ടും അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടത് പേൾ ഹാർബർ ആക്രമണത്തിന്റെ നാണക്കേട് തീരാത്ത കലിപ്പിന്റെ ഭാഗമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തെയാണ് യുക്രൈൻ റഷ്യൻ മണ്ണിൽ കടന്നു കയറിയുള്ള ഈ ആക്രമണം ഓർമ്മിപ്പിക്കുന്നത്. റഷ്യയ്ക്ക് ഒരിക്കലും താങ്ങാനാവാത്ത നാണക്കേടാണ് യുക്രൈൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുടിൻ കട്ടക്കലിപ്പിലാണെന്നും ഇപ്പോൾ പുലർത്തുന്ന മൗനം സർവനാശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്നും ആശങ്കപ്പെടുന്നവരുണ്ട്. യുക്രൈന്റെ മേൽ റഷ്യ അണുബോംബ് വർഷിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം കലിപ്പിലാണ് പുടിൻ എന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. മാത്രമല്ല ഫിൻലൻഡിനെയും നോർവേയെയും ലിത്വാനിയെയും ഒക്കെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന റഷ്യ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ മോഡലിൽ കടന്നാക്രമണം നടത്തിയേക്കുമെന്നും ഇവയൊക്കെ പിടിച്ചെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു നാറ്റോ അംഗരാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് നാറ്റോ രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കരുതി തിരിച്ചടിക്കണമെന്നതാണ് നാറ്റോയുടെ നിയമം. എന്ന് വെച്ചാൽ ഫിൻലൻഡിനെ ആക്രമിച്ചാൽ പോലും അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിക്കുമൊക്കെ പ്രതികരിക്കേണ്ടി വരും. പുടിന്റെ മൗനം എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. റഷ്യക്കേറ്റ ഈ തിരിച്ചടിയുടെ ഫലം നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായേക്കും എന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. അങ്ങനെയെങ്കിൽ ലോകം കാത്തിരിക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധത്തിന് തന്നെ.